മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. ഖുർആനിലെ ശാസ്ത്രം എന്ന പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ ഞങ്ങൾ ഇറക്കിയപ്പോൾ ആ വീഡിയോയ്ക്ക് കീഴിൽ മുബാറക് മുബു എന്നൊരാളിട്ട കമന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു വിവരവും ഇല്ലാത്ത ക്രിസ്ത്യൻസ് നല്ലോണം പഠിച്ചിട്ട് വന്ന് പറ, അതിന് കമന്റ് ഇടാൻ കുറെ പൊട്ടൻ എന്നാണ് മുബാറക് മുബു പറയുന്നത്. ആ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഗുണം കാണുന്നുണ്ടല്ലോ. കമന്റ് ഇടാൻ കുറെ എന്ന് പറഞ്ഞാൽ പൊട്ടൻ എന്നല്ല പറയണ്ട, പൊട്ടന്മാർ എന്ന് പറയണം. വ്യാകരണം അനുസരിച്ച് അതാണ് ശരി. ഇവർക്കൊക്കെ എന്തോന്ന് വ്യാകരണം. ഏതായാലും നല്ലോണം പഠിക്കാതെയാണ് ഞങ്ങൾ വീഡിയോ ഇറക്കുന്നതെന്ന് മുബാറക്കിനെ പോലെയുള്ള മുസ്ലിങ്ങൾ ചിന്തിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ കിതാബുകളിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പരിശോധിച്ച് നോക്കാൻ പോലുമുള്ള അറിവ് അവർക്കില്ല എന്നുള്ളതാണത്. ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന പല മുസ്ലിങ്ങൾക്കും ഞങ്ങൾ പറയുന്ന പല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയും പേരുകൾ പോലും അറിയില്ല. അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്ന് പോലും അവരാദ്യമായി കേൾക്കുന്നത് ഞങ്ങൾ ആ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ്. ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഈ മുബാറക് മുബു. ഇത് പണ്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഈ വിഷയത്തിൽ, അതായത് സൂര്യൻ ചെളിക്കൂട്ടിൽ അസ്തമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ് ഇട്ടപ്പോൾ മുതലേ കാണാൻ തുടങ്ങിയ കാര്യമാണ്, അല്ലെങ്കിൽ അപ്പോഴേ കേൾക്കുന്നതാണിത്. സൂര്യൻ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ അസ്തമിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നില്ല. സൂര്യൻ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ അസ്തമിക്കുന്നതായി ദുൽഖർനൈന് തോന്നിയ കാര്യമാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് അന്ന് മുസ്ലിങ്ങൾ വാദിച്ചത്. ആ വാദത്തിൽ യാതൊരു കഴമ്പുമില്ല. കാരണം ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ദുൽഖർനൈന് തോന്നി എന്നല്ല, ദുൽഖർനൈൻ കണ്ടു എന്നാണ്. സൂറ 18-83 മുതൽ 86 വരെയുള്ള ആ ആയത്തുകളിൽ ഇങ്ങനെയാണുള്ളത്. അവർ നിന്നോട് ദുൽഖർനൈനിയെ പറ്റി ചോദിക്കുന്നു, നീ പറയുക, അദ്ദേഹത്തെ പറ്റിയുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരാം. തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകുകയും എല്ലാ കാര്യത്തിനുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. അതിന്റെ അടുത്തൊരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തോട് നാം പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, ഒന്നുകിൽ നിനക്ക് അവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം. സൂറ 18-83 മുതൽ 86 വരെ. ദുൽഖർനൈൻ സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ദുൽഖർനൈന് തോന്നി എന്നല്ല, ദുൽഖർനൈൻ കണ്ടു എന്നാണ് ഖുർആനിലുള്ളത്. ദുൽഖർനൈൻ കാണാത്തൊരു കാര്യത്തെ കുറിച്ചാണോ ഖുർആൻ കണ്ടു എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് കള്ളമല്ലേ? അല്ലെ? കാണാത്തൊരു കാര്യം ഒരാൾ കണ്ടു എന്ന് പറഞ്ഞത് കള്ളമാണ്. ഖുർആൻ സത്യമാണെങ്കിൽ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിനകത്ത് സൂര്യൻ മറഞ്ഞു പോകുന്നതായി ദുൽഖർനൈൻ കണ്ടു എന്നുള്ളതും സത്യം തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്ര ഒരു ജലാശയം ഏതാണ് ഈ ഭൂമിയിലുള്ളതെന്നാണ് മുസ്ലിങ്ങളെ നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടത്. മനസ്സിലായോ? അബ്ദുൽ ഖാദർ എന്ന സുഹൃത്തിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം കണ്ടു എന്നാണ് പറഞ്ഞത്. ഏതുപോലെ? അസ്തമയ സൂര്യൻ കടലിൽ താഴ്ന്നു പോകുന്നത് പോലെ, നമുക്ക് കാണുന്നത് പോലെ. പിന്നെ വിമർശനം കോമഡിയുടെ അകമ്പടിയില്ലാതെ സീരിയസ് ആയി പറയുക. സത്യം പറഞ്ഞാൽ ഇസ്ലാം എന്നുള്ളത് വെറും ഒരു കോമഡി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് അർഹിക്കുന്നത് പരിഹാസം മാത്രമാണ്. അമ്മാതിരി മണ്ടത്തരങ്ങളും വിവരക്കേടുകളുമാണ് അള്ളാഹുവും മലക്കും മുഹമ്മദും പറഞ്ഞു വെച്ചിരിക്കുന്നതും മുസ്ലിങ്ങൾ ഇന്നും വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നതും. ഇസ്ലാമിനെ നല്ല ഒന്നാന്തരം കോമഡി ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ അനുയായികളെ കൊണ്ട് ഭീകരത ഉണ്ടാക്കുന്നത്. ഈ ഭീകരത കാരണം ആളുകൾ അതിനെ ഭയപ്പെടും. അതെന്തോ വലിയ സംഭവമാണ്, എന്തോ സീരിയസ് കാര്യമാണെന്ന് വിചാരിക്കും. അതിനുവേണ്ടിയുള്ള കളിയും കൂടിയാണ് ഇത്. പക്ഷെ പ്രമാണങ്ങൾ പഠിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഇസ്ലാം നല്ല ഒന്നാന്തരം കോമഡി പീസാണ്. നല്ല ഒന്നാന്തരം കോമഡി പീസ്. അതുകൊണ്ടാണ് കോമഡിയുടെ അകമ്പടിയോടെ ഞാൻ കാര്യം പറഞ്ഞത്. അബ്ദുൽ ഖാദർ പറയുന്നത് അസ്തമയ സൂര്യൻ കടലിൽ താഴ്ന്നു പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ ദുൽഖർനൈനിയും കണ്ടു എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ്. അങ്ങനെ അല്ല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ദുൽഖർനൈൻ സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായിട്ട്, സൂര്യൻ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കടൽക്കരയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കടലിൽ താഴ്ന്നു പോകുന്നത് പോലെ, നമ്മുടെ ദൃഷ്ടിക്ക് വിഷയീഭവിക്കുന്നത് പോലെയല്ല ദുൽഖർനൈൻ കണ്ടത്. അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയിട്ടാണ് സൂര്യൻ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി കാണുന്നത്. നമ്മൾ ആരും സൂര്യാസ്തമയ സ്ഥാനത്ത് എത്തിയിട്ടില്ല. നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റുകയില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലം ഇല്ല.
സൂര്യാസ്തമയ സ്ഥാനം, അസ്തമന സ്ഥാനം എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥാനം ഇല്ല. അപ്പൊ ഇല്ലാത്ത സ്ഥലത്തിൽ ദുൽഖർനൈൻ എത്തിയെന്നും അവിടെ വെച്ച് സൂര്യൻ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ മുങ്ങിപ്പോകുന്നത് അദ്ദേഹം കണ്ടു എന്നുമാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ആ കാര്യത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായോ? ദുൽഖർനൈൻ ചെന്നെത്തിയ ആ സൂര്യാസ്തമന സ്ഥാനം അത് എവിടെയാണ്? അത് ഭൂമിയിലാണോ ഭൂമിക്ക് വെളിയിലാണോ? ഭൂമിയിലാണെങ്കിൽ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലുപ്പമുള്ള സൂര്യൻ എങ്ങനെയാണ് ഭൂമിയിലെ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിനുള്ളിലേക്ക് മറഞ്ഞു പോയത് എന്നുകൂടി മുസ്ലിങ്ങളെ നിങ്ങൾ വിശദീകരിക്കണം. ഇനി ആ സ്ഥലം ഭൂമിയിലല്ല, ഭൂമിക്ക് വെളിയിലാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നതെങ്കിൽ ദുൽഖർനൈന് എങ്ങനെയാണ് ഭൂമിയുടെ വെളിയിലേക്ക് പോകാൻ സാധിച്ചത്? എങ്ങനെയാണ്? സൂര്യാസ്തമന സ്ഥാനത്ത് ഒരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തിയെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഭൂമിക്ക് വെളിയിലുള്ള ഈ ജനവിഭാഗം ഏതാണ്? അന്യഗ്രഹ ജീവികൾ വല്ലതുമാണോ? ഏത് കൂട്ടരവർ? അത് പറയണം. ചോദ്യങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയുമുണ്ട് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ കിടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞൊരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഖുർആന്റെ തഫ്സീറുകളാണ്, കമന്ററികൾ, വ്യാഖ്യാനങ്ങൾ. സൂറ 18 83 മുതൽ 86 വരെയുള്ള ആയത്തുകളെ ശരിവെക്കുന്ന ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നുമുള്ള ഹദീസുകൾ ഞാൻ തന്നെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ കമന്ററികളിൽ നിന്ന് യാതൊരു തെളിവും ഞാൻ നൽകുകയുണ്ടായില്ല. ദുൽഖർനൈൻ ആരാണെന്ന് നമ്മൾ 10 ഇസ്ലാമിക പണ്ഡിതരോട് ചോദിച്ചാൽ അവർ 16 അഭിപ്രായം പറയുന്നത് കേൾക്കാമെന്നും ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനല്ല ഭൂമിയാണ് സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നതെന്നും മനുഷ്യർ മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതരെല്ലാം തന്നെ സൂര്യൻ ചെളിക്കുണ്ടിൽ ആണ്ടുപോകുന്നു എന്ന് ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലാതെ ഖുർആന്റെ കമന്ററികളിൽ നിന്ന് ഒരു തെളിവും ഞാൻ നൽകിയിരുന്നില്ല. മനഃപൂർവ്വം തരാഞ്ഞതാണ്. കാരണം ആ തെളിവും കൂടി തന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സുഹൃത്തുക്കൾ ആരും ഒരൊറ്റ കമന്റ് ഇടാൻ പോലും ഇങ്ങോട്ട് വരില്ല. മനസ്സിലായി? ഒരൊറ്റ കമന്റ് ഇടാൻ പോലും ഇങ്ങോട്ട് വരില്ല. അല്ലെങ്കിൽ തന്നെ പല മുസ്ലിം ഗ്രൂപ്പുകളിലും ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനൽ ബഹിഷ്കരിക്കണം എന്നുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ പോയിട്ട് അവരുടെ വീഡിയോകളൊക്കെ കണ്ടു വെറുതെ അത് ഹിറ്റാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അങ്ങ് ബഹിഷ്കരിക്കണം, വിട്ടയക്കണം എന്നും പറഞ്ഞ ക്യാമ്പയിൻ. അതിനിടയിൽ നമ്മുടെ കൈവശമുള്ള എല്ലാ തെളിവുകളും വെച്ച് വീഡിയോ ചെയ്താൽ പിന്നെ ഒരൊറ്റ മുസ്ലിമെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതാലോചിച്ചിട്ടും കൂടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഖുർആൻ കമന്ററിയിൽ നിന്നുള്ള തെളിവുകൾ നൽകാതിരുന്നത്. എന്നാൽ ഒരു വിവരവുമില്ലാത്ത ക്രിസ്ത്യൻസ് പഠിച്ചിട്ട് വന്ന് പറ എന്ന് മുബാറക് മുബീനെ പോലെയുള്ളവർ ഞങ്ങളുടെ വീഡിയോയ്ക്ക് കീഴിൽ വന്ന് കമന്റ് ഇടുമ്പോൾ മുസ്ലിങ്ങളെ നിങ്ങളുടെ ദാവാക്കാരെ പോലെയോ മൊല്ലാക്കമാരെ പോലെയോ ഉസ്താദുമാരെ പോലെയോ പണ്ഡിതന്മാരെ പോലെയോ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വല്ലതും വിളിച്ചു പറയുന്നവരല്ല ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈ വിഷയത്തിൽ ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇറക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് നിങ്ങളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വാക്കുകൾ തന്നെ ഞങ്ങൾ തരാം. 2 ചെവിയും തുറന്നു വെച്ചിരുന്ന് നിങ്ങൾ കേട്ടോ. 1319 അന്തരിച്ച ഇമാം ബൈളാവി എന്ന ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ് അൻവാർ അൽ തൻസിൽ വ അസ്റാർ അൽ താവിൽ, അതായത് വെളിപ്പാടിന്റെ വെളിച്ചവും വ്യാഖ്യാനത്തിന്റെ രഹസ്യങ്ങളും എന്ന കൃതി. അതിൽ ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ജൂതർ മുഹമ്മദിനോട് ദുൽഖർനൈനിയെ കുറിച്ച് ബ്രാക്കറ്റില് മഹാനായ അലക്സാണ്ടർ എന്ന് ഓർത്തിട്ടുണ്ട്, ദുൽഖർനൈനിയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് അദ്ദേഹത്തെ ഭൂമിയുടെ അധിപനാക്കി, ആയതിനാൽ അദ്ദേഹത്തിന് സൂര്യൻ അസ്തമിക്കുന്നിടത്ത് എത്തിച്ചേരാൻ സാധിച്ചു. സൂര്യൻ ഒരു ചെളിപ്പൊയ്കയിൽ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. അതിനു ചുറ്റും വിഗ്രഹാരാധകരായ ഒരു കൂട്ടം ജനങ്ങളെയും അദ്ദേഹം കണ്ടു. സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം നടന്നെത്തി. സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടാൻ സങ്കേതങ്ങളില്ലാത്ത ഒരു വിഭാഗം നഗ്നരായ ജനങ്ങളെയും അദ്ദേഹം അവിടെ കണ്ടു. പിന്നീട് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനിടയിൽ വടക്ക് ഭാഗത്തുള്ള ഒരിടത്തേക്ക് അദ്ദേഹം നടന്നു. ഇരുമ്പിന്റെയും പിച്ചളയുടെയും ഉരുക്കിയ മിശ്രിതം ഈ 2 പർവ്വതങ്ങളിലും അദ്ദേഹം തൂകി. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ദൈവത്തിന് മാത്രം ചെന്നെത്തുവാൻ കഴിയുമാറ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ഈ കാലഘട്ടത്തിലൊന്നുമല്ല, അന്ധകാലത്തിൽ ദൈവത്തിന് മാത്രം ചെന്നെത്തുവാൻ കഴിയുമാറ് നാഷണൽ ഹൈവേ 66 for 43 kilometers. ഇതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മുആവിയ ഇപ്രകാരം വായിക്കുന്നതായി ഇബ്നു അബ്ബാസ് കേട്ടു, ഐനിൻ ഹാമിയ അഥവാ ചൂടുറവ എന്ന്. അദ്ദേഹം അയാളോട് പറഞ്ഞു, അത് ഹാമിയ എന്നാണെന്ന്, അതായത് ചെളിയുള്ളത് എന്നാണ്. ഐനിൻ ഹാമിയ അല്ല, വെറും ഹാമി ആ എന്നാണ്, അതായത് ചെളിയുള്ള ജലാശയം. മുആവിയ കാബുൽ അഖ്ബാറിനോട് ചോദിച്ചു, സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അദ്ദേഹം പറഞ്ഞു, വെള്ളത്തിലും ചെളിയിലും.
വെള്ളത്തിലും ചെളിയിലുമാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഇത് അന്നത്തെ കാലത്ത് 1319 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതൻ ഇമാം ബൈളാവി അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇനി 1209 അന്തരിച്ച ഇമാം റാസിയുടെ തഫ്സീറുണ്ട്, മഫാത്തിഫ് അൽ ഖൈബ് അഥവാ സാധാരണക്കാർക്കിടയിൽ അൽ തഫ്സീർ അൽ കബീർ എന്നറിയപ്പെടുന്ന ഒരു കമന്ററി, അവരുടെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നിന്നുള്ളതും കൂടി ഞാൻ തരാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അബ്ദുറുൽ ഗിഫാരി നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞാൻ ഒട്ടകപ്പുറത്ത് നബിയുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. സൂര്യൻ അസ്തമിച്ചതായി കണ്ടപ്പോൾ നബി എന്നോട് ചോദിച്ചു, അബൂദർ, ഈ സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക. നബി പറഞ്ഞു, കറുത്ത കളിമണ്ണ് നിറഞ്ഞ ഒരു ജലാശയത്തിലാണ് അത് അസ്തമിക്കുന്നത്. കറുത്ത കളിമണ്ണ് നിറഞ്ഞ ഒരു ജലാശയത്തിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഞാൻ ബൈളാവിയുടെയും ഇമാം റാസിയുടെയും വ്യാഖ്യാനങ്ങൾ തന്നതിന്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഈ മുമ്പുള്ള കാലത്ത്, അതായത് ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനല്ല ഭൂമിയാണ് സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നതെന്നും മനുഷ്യർ മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഇമാം ബൈളാവിയും ഇമാം ഫഖർ അൽ റാസിയും. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ഇന്നത്തെ ആധുനിക ഖുർആൻ പണ്ഡിതരുടെ ദുർവ്യാഖ്യാനമല്ല, മുഹമ്മദും സ്വഹാബിമാരും ആ ആയത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തികച്ചു സ്വാഭാവികമായി നൽകിയിരിക്കുന്ന വ്യാഖ്യാനമാണ് ഇമാം ബൈളാവിയും ഇമാം റാസിയും കൊടുത്തിരിക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ അവരുടെ തഫ്സീറിൽ നിന്നും ഉദ്ധരിച്ചത്. മുഹമ്മദും സ്വഹാബിമാരും ആദ്യകാല ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ ആയത്തിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഈ രണ്ട് ഹദീസുകൾ മുമ്പേ കണ്ടു. അതുകൂടാതെ ഈ വ്യാഖ്യാനം നമ്മളിപ്പോൾ 2 തഫ്സീറിൽ നിന്ന് കണ്ടു. ഇപ്പൊ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുകയും മറ്റൊരിടത്ത് ചെന്ന് ഉദിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ കാലം കുറെ ചെന്നപ്പോൾ പിൽക്കാല ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഇതിലെ ശാസ്ത്രീയ അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും മനസ്സിലായി. ഇതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ വെറും മദ്രസ പൊട്ടന്മാരായ വിദ്യാർത്ഥികൾ പോലും കളിയാക്കി ചിരിച്ച് മതം വിട്ടുപോകുമെന്ന് കണ്ടപ്പോഴാണ് ഇവന്മാര് വ്യാഖ്യാനം മാറ്റാൻ തുടങ്ങിയത്. അതുവരെ പറഞ്ഞു വന്നിരുന്ന വ്യാഖ്യാനം അടിമുടി ഇവർ മാറ്റി. മനസ്സിലായി? ആദ്യകാല പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം മുഴുവനും ഇവർ മാറ്റി. എന്നിട്ട് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ആ വ്യാഖ്യാനങ്ങളാണ് ഇന്നത്തെ ദാവാക്കാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മദ്രസ പൊട്ടന്മാരും ഇപ്പോൾ എല്ലായിടത്തും വന്ന് ഛർദ്ദിച്ചു വയ്ക്കുന്നത്. മനസ്സിലായ? അവർ ഛർദ്ദിച്ചു വെച്ച് നമ്മുടെ കമന്റ് ബോക്സ് വൃത്തികേടാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ പഠിക്കാതെയാണ് ഇതൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് നമ്മളെ പരിഹസിക്കാൻ നോക്കി സ്വയം അപഹാസ്യരായി തീരുകയും ചെയ്യും. ഇവരുടെ ആദ്യകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്നും ആ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ല. മദ്രസ കയറിയ സമയത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചപ്പോൾ ചെരുപ്പിന്റെ ഒപ്പം തലച്ചോറും അഴിച്ചു വെച്ച കൂട്ടരാണ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ചെരുപ്പ് മാത്രമേ കാലിലിട്ട് പോകുന്നുള്ളൂ, തലച്ചോറ് തിരിച്ചെടുത്ത് ഫിറ്റ് ചെയ്തില്ല. ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഇനി ഈ ദുൽഖർനൈനി ആരായിരുന്നു? ഏതായാലും എന്നെ കൊണ്ട് ഇതേ വിഷയത്തിൽ വീണ്ടും വീഡിയോ ചെയ്യിപ്പിച്ചതല്ലേ, അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ആരായി ദുൽഖർനൈനി? ബൈളാവി പറയുന്നത് അത് മഹാനായ അലക്സാണ്ടർ ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബ്രാക്കറ്റിൽ അദ്ദേഹം മഹാനായ അലക്സാണ്ടർ എന്ന് കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഇനി അമാനി മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഖുർആൻ വ്യാഖ്യാതാക്കളിലും ചരിത്രകാരന്മാരിലും ഒരു വിഭാഗക്കാർ അഭിപ്രായപ്പെടുന്നത് ഇദ്ദേഹം റോമാക്കാരനായ ഫിലിപ്പ് മകൻ അലക്സാണ്ടർ രാജാവാകുന്നു എന്നാണ്. ഇദ്ദേഹം മഗ്ദൂനിയയിലെ അഥവാ മാസിഡോണിയയിലെ രാജാവായിരുന്നു. ക്രിസ്തുവിന് 330 കൊല്ലം മുമ്പാണ് ഇദ്ദേഹത്തിന്റെ കാലം. പേർഷ്യയിലെ രാജാവായ ദേരിയൂസിനെ അഥവാ ദാര്യാവേശിനെ അദ്ദേഹം തോൽപ്പിച്ച് രാജ്യം കൈക്കലാക്കി. ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും അദ്ദേഹം ആക്രമണം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം ഈജിപ്തിൽ ചെന്ന് ഭരണം ഉറപ്പിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അലക്സാണ്ട്രിയ പട്ടണം സ്ഥാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ അന്ന് അറിയപ്പെട്ടിരുന്ന ഭൂവിഭാഗം മിക്കവാറും ജയിച്ച് അധീനപ്പെടുത്തിയ ഒരു രാജാവായിരുന്നു അലക്സാണ്ടർ. പുരാതന അറബി ഗോത്രമായ ഹിമ്യർ വർഗത്തിൽപ്പെട്ട ഇഫ്രീഖഷ് മകൻ അബൂകർബു എന്ന രാജാവാണ് ദുൽഖർനൈനി എന്ന അഭിപ്രായക്കാരും ഉണ്ട്. ഇദ്ദേഹം മധ്യധരണ്യാഴി പ്രദേശങ്ങളിൽ പടയെടുക്കുകയും തുനീസിയ, മൊറോക്കോ മുതലായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും അഫ്രീക്കിയ പട്ടണം സ്ഥാപിക്കുകയും ചെയ്തു. ക്രമേണ ആഫ്രിക്ക വൻകര മുഴുവൻ ഈ പേരിൽ അറിയപ്പെടുകയുണ്ടായി. ഹിമ്യർ രാജാക്കളുടെ വാഴ്ചക്കാലം ക്രിസ്തുവിന് മുമ്പ് 115 മുതൽ ക്രിസ്താബ്ദം 552 വരെ നീണ്ടുനിന്നു. തുബ്ബ ഊ എന്ന പേരിലാണ് ഈ രാജവംശം അറിയപ്പെടുന്നത്. മീദിയായും പേർഷ്യയും കൂട്ടിച്ചേർത്ത് ഭരിച്ച ഒരു പേർഷ്യൻ രാജാവാണ് ദുൽഖർനൈനി എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ബൈബിളിൽ ദാനിയേൽ പുസ്തകം 8-ാം അധ്യായത്തിൽ ഇത് സംബന്ധിച്ച് ദാനിയേലിനുണ്ടായ ഒരു ദർശനവും അതിന്റെ വ്യാഖ്യാനവും കാണാം. അതിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പോൾ
2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ദാനിയേൽ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. പ്രസ്തുത ദർശനത്തിന്റെ വ്യാഖ്യാനത്തിൽ അതേ പുസ്തകം പറയുന്നു, 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. ദാനിയേൽ 8:21. ഈ ദർശനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് സൈറസ് രാജാവാണെന്ന് കരുതപ്പെടുന്നു. ആധുനിക ചരിത്രകാരന്മാരിൽ ചിലർ ഈ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുന്നു. ഇത് സൈറസ് ആകാൻ തരമില്ലെന്നും ഡേരിയസ് അതായത് ദാര്യാവേശ് ഒന്നാമനായിരിക്കണമെന്നും വേറെ ചിലർക്ക് അഭിപ്രായമുണ്ട്. അമാനി മൗലവി വിശുദ്ധ ഖുർആൻ വിവരണം വാല്യം 3 പേജ് 1900. അപ്പൊ ഇവിടെ അമാനി മൗലവി പറയുന്നത് കണ്ടോ, പല ആളുകളുടെ പേര് പറയാം. ഒന്ന് അലക്സാണ്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ സൈറസ് ആയിരിക്കാം, അതല്ല വേറെ ആഫ്രിക്കയിലുള്ള ഒരു രാജാവായിരിക്കാം. പല ആളുകളുടെ പേര് പറയാണ്. ദാര്യാവേശോ പലതും പറയാം. ഇവർക്ക് അറിഞ്ഞൂടാ ആരാണെന്നുള്ള കാര്യം ഇവർക്കൊരു പിടിയില്ല. ഇതാണ്. ഇനി ദുൽഖർനൈനി ആരാണെന്ന് ഇമാം റാസി പറയുന്നത്, അത് നമുക്ക് നോക്കാം. ഇമാം റാസിയുടെ തഫ്സീർ. ദുൽഖർനൈനി ആരാണ് എന്നതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ഫിലിപ്സ് ആണെന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഖുർആൻ അദ്ദേഹത്തിന്റെ ആധിപത്യം സൂര്യോദയ സ്ഥാനത്തും അസ്തമയ സ്ഥാനത്തും വരെ എത്തിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഭൂഗോളത്തിന്റെ വടക്കേ അറ്റത്തുള്ള തുർക്കികളിൽപ്പെട്ട ഒരു ജനതയായ യജൂജ് മജൂജിന്റെ പരാമർശത്തിൽ നിന്നും വടക്കും കീഴടക്കിയെന്ന് വ്യക്തമാകുന്നുണ്ട്. യജൂജ് മജൂജിൽ നിന്ന് രക്ഷപ്പെടാനായി ദുൽഖർനൈനി നിർമ്മിച്ച മതിൽക്കെട്ട് വടക്കാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. ഏത് ചരിത്രമാണെന്ന് ദൈവത്തിനറിയാം. ഈ ചരിത്ര ഗ്രന്ഥങ്ങളെ ഈ പറയപ്പെട്ടവയായിരുന്നു അന്ന് ജനവാസയോഗ്യമായ പ്രദേശങ്ങൾ. ഇങ്ങനെയുള്ളൊരു ചക്രവർത്തി അവിസ്മരണീയനാവണമെന്നും ചരിത്രത്തിൽ അനശ്വരത കൈവരിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചതുപോലെയുണ്ട്. തന്റെ ആധിപത്യം ഇത്രമാത്രം വ്യാപകമായ ഒരാൾ അലക്സാണ്ടർ അല്ലാതെ മറ്റാരുമില്ലെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവായ ഫിലിപ്സ് അന്തരിച്ചപ്പോൾ റോമ നഗരത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ എല്ലാം ഏകോപിപ്പിക്കുകയും ശേഷം മൊറോക്കോയിലുള്ള രാജാക്കന്മാരെ കീഴടക്കുകയും അങ്ങനെ ജൈത്രയാത്ര തുടരുകയും ഈജിപ്തിൽ വരികയും തന്റെ പേരിൽ അവിടെ ഒരു തുറമുഖം, അലക്സാണ്ട്രിയ തുറമുഖം പണിയുകയും പിന്നീട് അക്കാലത്തെ ഏറ്റവും വലിയ ഭൂപ്രദേശമായ ഷാം ജയിച്ചടക്കുകയും, ഷാം എന്ന് പറയുന്നത് സിറിയ, ജയിച്ചടക്കുകയും ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കുകയും ശേഷം അർമീനിയയിലേക്ക് യാത്ര തുടരുകയും ഇറാഖികളെയും കിപ്റ്റികളെയും ബർബരികളെയും ജയിച്ചടക്കുകയും ധാരാ ചക്രവർത്തിയെ കീഴടക്കി പേർഷ്യൻ സാമ്രാജ്യം അധീനമാക്കുകയും തുടർന്ന് ഇന്ത്യയും ചൈനയും ലക്ഷ്യം വെക്കുകയും ചെയ്തു. എന്നാൽ അവസാനം ഖുറാസാനിലേക്ക് മടങ്ങുകയും അവിടെ ധാരാളം പട്ടണങ്ങൾ പണി കഴിപ്പിക്കുകയും അവിടെയുള്ള ഷഹർസൂറിൽ രോഗബാധിതനായി അന്തരിക്കുകയും ചെയ്തു. ഏതാണ്ട് ലോകം മുഴുവനും കീഴടക്കിയ ഒരു രാജാവായിരുന്നു ദുൽഖർനൈനി എന്ന് ഖുർആൻ വ്യക്തമാക്കുകയും അങ്ങനെയുള്ള ഒരു ചക്രവർത്തി അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഖുർആൻ പറഞ്ഞ ദുൽഖർനൈനി അലക്സാണ്ടർ തന്നെയാണെന്ന് നമുക്ക് ഖണ്ഡിതമായി പ്രസ്താവിക്കാം. ഇമാം റാസിയുടെ ഖുർആൻ വ്യാഖ്യാനം പേജ് 683 684 വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പറഞ്ഞ ദുൽഖർനൈനി മഹാനായ അലക്സാണ്ടർ തന്നെയാണെന്ന് നമുക്ക് ഖണ്ഡിതമായി പ്രസ്താവിക്കാം. ഒരു സംശയത്തിന് അവകാശമില്ല, ഉറപ്പായി തന്നെ നമുക്കത് പറയാം. അതാണ് അദ്ദേഹം പറയുന്നത്. ഇനിയാണ് രസോട്ട. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ദുൽഖർനൈനി അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണെന്ന് നമുക്ക് ഖണ്ഡിതമായി പ്രസ്താവിക്കാമെന്ന് ഇമാം റാസി പറയുന്നുണ്ടെങ്കിലും അത് അലക്സാണ്ടർ തന്നെയാണോ എന്ന് ഇമാം റാസിക്ക് പോലും ഉറപ്പില്ല എന്നതാണ് സത്യം. കാരണം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ദുൽഖർനൈനി അലക്സാണ്ടർ ചക്രവർത്തിയാണെന്ന അഭിപ്രായത്തിനാണ് ഏറ്റവും തെളിവുകളുടെ പിൻബലമുള്ളത്. എങ്കിലും അതിൽ ശക്തിയായ ഒരു സന്ദേഹമുണ്ട്. കുറച്ചു മുമ്പാണ് പറഞ്ഞത് ഖണ്ഡിതമായി നമുക്ക് പറയാം ഇയാൾ അലക്സാണ്ടർ തന്നെയാണ് ദുൽഖർനൈനി. ഇപ്പൊ പറയാണ് അതിൽ ശക്തിയായ ഒരു സന്ദേഹമുണ്ട്. കാരണം എന്താ? തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രത്തിൽ കാണാം. ഇത്തരത്തിലുള്ള ഒരാളെ അള്ളാഹു സ്തുതിച്ചു പറയുമ്പോൾ അരിസ്റ്റോട്ടിലിന്റെ ആശയവും മാർഗവും സത്യമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അത് അംഗീകരിക്കാവതല്ല. ഇമാം റാസിയുടെ ഖുർആൻ വ്യാഖ്യാനം പേജ് 864. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ദയനീയാവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ? സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ ഇവന്മാരുടെ പണ്ഡിതന്മാരോട് സഹതാപമാണ് തോന്നുന്നത്. ദുൽഖർനൈൻ അലക്സാണ്ടർ ചക്രവർത്തിയാണെന്ന് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പേ പറയുകയാണ് അത് അലക്സാണ്ടർ ചക്രവർത്തി ആണെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ട്.
അരിസ്റ്റോട്ടലിന്റെ മാർഗത്തിലാണ് അലക്സാണ്ടർ ജീവിച്ചിരുന്നത്. അപ്പൊ അരിസ്റ്റോട്ടലിയൻ തത്വചിന്തയും ശരിയാണെന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞ ദുൽഖർനൈനി അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണ്. അത് നമുക്ക് ഖണ്ഡിതമായി എവിടെയും പറയാം. എന്തൊരു ദയനീയാവസ്ഥയാണെന്ന് നോക്ക്, ഇവരുടെ ഒരു ഗതികേടെ. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദുൽഖർനൈൻ അലക്സാണ്ടർ അല്ല എന്നും പറഞ്ഞ് വേറെ പണ്ഡിതന്മാർ വന്നത്. കാരണം ആദ്യകാലത്ത് ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂടാ അലക്സാണ്ടർ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനാണെന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും അറിയാതിരുന്ന സമയത്താണ് ഇങ്ങനെ വ്യാഖ്യാനം വന്നത്. പക്ഷെ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലക്സാണ്ടറിനെ കുറിച്ചൊക്കെ ജനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അപ്പൊ പറയുകയാണ്, അയ്യോ ഇത് പ്രശ്നമാണ്, അരിസ്റ്റോട്ടലിൻ തത്വചിന്ത നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാനാണ് ഇവര് ദുൽഖർനൈൻ എന്ന് പറഞ്ഞ അലക്സാണ്ടർ അല്ല എന്നും പറഞ്ഞു വേറെ പണ്ഡിതന്മാർ വരുന്നത്, പുതിയ പണ്ഡിതന്മാര്. അത്തരം പണ്ഡിതന്മാരുടെ വാദം അറിയാൻ നമുക്ക് അബു ആല മൗദൂദിയുടെ തഫീമുൽ ഖുറാനിൽ നിന്ന് നോക്കാം. അതിന്റെ അകത്ത് ഈ ദുൽഖർനൈനിയെ കുറിച്ച് മൗദൂദി പറയുന്നത് ഇങ്ങനെയാണ്: കഥാപുരുഷനായ ദുൽഖർനൈനി ആരായിരുന്നു? പൗരാണിക കാലം മുതൽക്കേ ഈ പ്രശ്നത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ആയിരിക്കണമെന്ന പക്ഷക്കാരായിരുന്നു പൂർവ്വകാല ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ. എന്നാൽ ഖുർആൻ ദുൽഖർനൈനിക്ക് പറഞ്ഞിട്ടുള്ള ഗുണഗണങ്ങളും സവിശേഷതകളും വളരെ ഞെരുങ്ങിയേ അലക്സാണ്ടറിൽ ചേരുന്നുള്ളൂ. ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇറാനിലെ ഖോറസ്, അതായത് ഖുസ്രു അല്ലെങ്കിൽ സൈറസ് രാജാവിനാണ് ആധുനിക കാലത്തെ മുഫസിറുകൾ മുൻഗണന നൽകുന്നത്. താരതമ്യേന കൂടുതൽ ശരിയായി തോന്നുന്നതും ഇത് തന്നെ. പറഞ്ഞില്ലേ, ആധുനിക കാലത്തെ പണ്ഡിതന്മാർ, ആദ്യകാലത്തെ അല്ല, ആദ്യകാലത്തെ പണ്ഡിതന്മാർ ഇത് അലക്സാണ്ടർ എന്ന് പറഞ്ഞു. അതിന്റെ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ ഒരു ഖുർആൻ വ്യാഖ്യാനം മാറ്റി. എന്നിട്ട് പറഞ്ഞ അയാളല്ല, അയാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇയാൾ നമുക്ക് പുതിയ ഒരാളെ പിടിച്ച് ദുൽഖർനൈനി ആക്കാം, അതുകൊണ്ട് ഇനി മുതൽ ഇയാളാണ് ദുൽഖർനൈനി. അങ്ങനെയാണ് ഈ സൈറസിനെ പിടിച്ചാക്കുന്നത്. എന്നിട്ട് മൗദൂദി പറയുകയാണ്, എന്നാൽ ഇന്നയാളാണ് ദുൽഖർനൈനി എന്ന് ഇപ്പോഴും തീർത്തു പറയാൻ പറ്റാതെയാണ് ഇരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പറ്റി നൽകിയ വിവരണത്തിൽ നിന്ന് 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. 1. അദ്ദേഹത്തിന്റെ വിശേഷണ നാമമായ ദുൽഖർനൈൻ, ഇരട്ടക്കൊമ്പൻ എന്ന് ഭാഷാർത്ഥം. ദുൽഖർനൈൻ എന്ന് പറഞ്ഞ ഇരട്ടക്കൊമ്പൻ, ഇരട്ട എന്നുള്ളതാണ്. അതായത് പല വ്യാഖ്യാനം ഉണ്ട് അതിന്. 2 നൂറ്റാണ്ടുകളിൽ ആയിട്ട് ജീവിച്ചിരുന്ന 2 നൂറ്റാണ്ടുകളിൽ. അപ്പൊ 2 നൂറ്റാണ്ടിലെ ജനങ്ങളെ കണ്ടു. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സമയത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ 2 നൂറ്റാണ്ട്, നമ്മൾ 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും കണ്ടവരാണ്. അതുപോലെ 2 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നയാളെന്നുള്ള നിലയിൽ അതെല്ലാം ഇരട്ടയാണ്. പല ഈ രീതിയിലൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം വരുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ വിശേഷണ നാമമായ ദുൽഖർനൈൻ ജൂതന്മാർക്കെങ്കിലും സുപരിചിതമായിരിക്കണം. അവരുടെ സൂചന പ്രകാരമാണല്ലോ മക്കയിലെ അവിശ്വാസികൾ നബിയോട് അദ്ദേഹത്തെ പറ്റി ചോദിച്ചിരുന്നത്. അതിനാൽ ജൂതന്മാർ ഏത് വ്യക്തിത്വത്തെയാണ് അല്ലെങ്കിൽ രാഷ്ട്രത്തെയാണ് ഇരട്ടക്കൊമ്പൻ എന്ന് വിളിച്ചിരുന്നതെന്ന് അറിയുവാൻ അനിവാര്യമായും ഇസ്രായേലി സാഹിത്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിനെയും ബൈബിളിന്റെ വ്യാഖ്യാനങ്ങളെയും ഒക്കെ പോയി ആശ്രയിക്കണം. മനസ്സിലായി? ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ ബൈബിളിനെ കൂട്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഒന്നുകിൽ ബൈബിള്, അല്ലെങ്കിൽ ഇസ്രായേലി സാഹിത്യം. ബൈബിള് മാത്രമല്ല, അവരുടെ മിഷ്നയുണ്ട്, മിദ്രാഷ് ഉണ്ട്, അതുപോലെയുള്ള കുറെ പുസ്തകങ്ങളുണ്ട്, അവരുടെ കമന്ററികളും മറ്റുമൊക്കെ. അപ്പൊ അത് ആശ്രയിക്കണം. കാരണം യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഈ 2 കൂട്ടരുടെയും പുസ്തകങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇസ്ലാമിക വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ പോയി ആശ്രയിക്കേണ്ടി വരും. മനസ്സിലായോ? 2ാമത്തെ പോയിന്റ് പറയാണ്, അദ്ദേഹം തീർച്ചയായും വലിയൊരു ഭരണാധിപനും ജേതാവുമായിരിക്കണം. തന്റെ ദിഗ്വിജയങ്ങൾ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയും തെക്കോ വടക്കോ ഭാഗങ്ങളിൽ വ്യാപിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഖുർആന്റെ അവതരണത്തിന് മുമ്പ് ഏതാനും പേർ മാത്രമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അവരിൽ വല്ലവരിലും തന്നെ അദ്ദേഹത്തിന്റെ ഇതര സവിശേഷതകളും കണ്ടെത്തേണ്ടി വരുന്നതാണ്. 3. തന്റെ സാമ്രാജ്യത്തെ യജൂജ് മജൂജിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ഏതോ മലയിടുക്കിൽ സുഭദ്രമായൊരു മതിൽ കെട്ടിപ്പൊക്കിയ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. ഈ ലക്ഷണം കണ്ടുപിടിക്കുന്നതിനായി യജൂജ് മജൂജിനാൽ വിവക്ഷിതമായ സമുദായങ്ങൾ ആരാണെന്നും നമുക്ക് അറിയേണ്ടതായുണ്ട്. മാത്രമല്ല അവരുടെ പ്രദേശങ്ങൾക്ക് തൊട്ട് ഇങ്ങനെ വല്ല മതിൽക്കെട്ടും ലോകത്ത് വല്ലപ്പോഴും നിർമ്മിതമായിട്ടുണ്ടോ എന്നും ആരാണത് നിർമ്മിച്ചതെന്നും അറിയേണ്ടതായുണ്ട്. 4. ഉപര്യുക്ത സവിശേഷതകൾക്ക് പുറമെ ദൈവഭക്തനായ നീതിമാൻ എന്നൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഉറപ്പില്ല, ഉണ്ടായിരിക്കണം എന്ന് ഊഹമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു സവിശേഷതയാണ് ഇവിടെ ഖുർആൻ സർവോപരി തെളിച്ചു പറയുന്നത്. തെളിച്ചു പറയുകയാണെങ്കിൽ പിന്നെ ഊഹിക്കേണ്ട കാര്യമില്ല, ഉണ്ടായിരിക്കണം എന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായി? അപ്പൊ ഇത് തെളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല, അതൊക്കെ വ്യാഖ്യാനം കസർത്തുകളാണ്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്മാരുടെ വ്യാഖ്യാതാക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ആദ്യം അനുമാനം പറയും, പിന്നെ അനുമാനം ഉറപ്പാണെന്ന് പറയും, അല്ലെങ്കിൽ ആദ്യം ഉറപ്പിച്ചു പറയും, ഇത് ഖണ്ഡിതമായി പറയാന്ന് പറയും, പിന്നെ പറയും അതിന് പ്രശ്നമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വ്യാഖ്യാതാക്കളുടെ അവസ്ഥ. പണ്ഡിതന്മാരാണ്, കൊടിയെട്ടിയ പണ്ഡിതന്മാർ, അവരുടെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മളോടൊക്കെ കമന്റ് ഇടാൻ വരുന്ന സാധാരണ മുസ്ലിങ്ങളുടെ സ്ഥിതി നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഊഹിച്ചാൽ മനസ്സിലാകും. എന്നിട്ട് മൗദൂദി തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇതിൽ പ്രഥമ ലക്ഷണം ഖോറസിൽ നിഷ്പ്രയാസം യോജിക്കാവുന്നതേ ഉള്ളൂ. എന്തെന്നാൽ ബൈബിൾ ദാനിയേൽ പുസ്തകത്തിൽ ദാനിയേൽ പ്രവാചകന്റെ സ്വപ്നം വിവരിച്ചിട്ടുള്ളതിൽ യവനരുടെ ഉത്ഥാനത്തിന് മുമ്പ് മീഡിയ പേർഷ്യൻ സംയുക്ത രാഷ്ട്രത്തെ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റന്റെ രൂപത്തിൽ കണ്ടതായി പറയുന്നുണ്ട്. യഹൂദർക്കിടയിൽ ഈ 2 കൊമ്പനെ പറ്റി ധാരാളം പറഞ്ഞു വന്നിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രഹരമാണ് ബാബിലോണിയ രാഷ്ട്രത്തെ തകർത്ത് ഒടുവിൽ ഇസ്രായേലിനെ ബന്ധനമുക്തരാക്കിയത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ദേഹം ഓടിയത് എവിടേക്കാണ്? ബൈബിളിലേക്ക്, ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക്. ഇത് തന്നെയാണ് നമ്മൾ അമാനി മൗലിയുടെ തഫ്സീറിൽ അദ്ദേഹവും പറയുന്നത്. ആദ്യകാലത്ത് ഇവര് ബൈബിളിനെ കൂട്ടുപിടിക്കാതെയാണ് ഇവരുടെ പണ്ഡിതന്മാര് ഈ കാര്യം വിവരിച്ചത്. ദുൽഖർനൈനി ആരാണെന്നുള്ള കാര്യത്തിൽ അവർ പറഞ്ഞു അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്തു. ഈ അലക്സാണ്ടറിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് എനിക്ക് അലക്സാണ്ടർ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അന്വേഷിക്കാൻ എവിടേക്ക് പോകണം? ബൈബിളിലേക്ക് വരണം. ബൈബിളിലേക്ക് വന്ന് പുസ്തകം കുത്തിയിരുന്ന് വായനോട് വായന, ഓരോ പേജ് മറിച്ച് 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 വന്നപ്പിണ്ട ദാനിയേൽ പുസ്തകത്തിൽ ഇതാ കിടക്കുന്ന ഒരുത്തൻ, 2 കൊമ്പുള്ളവൻ, ഇവൻ തന്നെയാണ് ഇരട്ടക്കൊമ്പൻ. ഇനി നമുക്ക് ഇവരെ പിടിച്ച് ദുൽഖർനൈനിയാക്കാം. അതാണ് ഇവർ ചെയ്തത്. മനസ്സിലായി? ഇവരുടെ വ്യാഖ്യാനമൊക്കെ ഇങ്ങനെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവരുടെ വ്യാഖ്യാതാക്കൾ മുസ്ലിങ്ങൾ വലിയ വില കൊടുക്കും, പക്ഷെ നമ്മളെന്നാലും ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നിട്ടും നമ്മൾ എന്തിനാണ് ഈ പണ്ഡിതന്മാരെയൊക്കെ വ്യാഖ്യാനം എടുത്തുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പുല്ല് വിലയാണെങ്കിലും അവരതിന് കൊടുക്കുന്ന അങ്ങനെയല്ല, വലിയ വിലയാണ്. അപ്പൊ നിങ്ങൾ വില മതിക്കുന്ന സാധനം തന്നെ ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. മനസ്സിലായ? എന്നിട്ട് അടുത്തത് അദ്ദേഹം പറയുന്നത്, 2ാമത്തെ ലക്ഷണം അദ്ദേഹത്തിൽ വളരെയേറെ യോജിക്കുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായ യോജിപ്പില്ല, കുറെയൊക്കെ യോജിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യുദ്ധവിജയങ്ങൾ പടിഞ്ഞാറ് ഏഷ്യ മൈനറിന്റെയും സിറിയയുടെയും തീരങ്ങളോളവും കിഴക്ക് ബാക്ട്രിയ അല്ലെങ്കിൽ ബാൾക്ക് വരെയും ചെന്നെത്തിയിരുന്നുവെന്നത് സുവിദിതമാണ്. എന്നാൽ വടക്കോട്ടോ തെക്കോട്ടോ അദ്ദേഹത്തിന്റെ സുപ്രധാനമായ വല്ല സൈനിക നീക്കവും ഉണ്ടായതായി ചരിത്രത്തിൽ നിന്ന് ഇതുവരെ തെളിവ് കണ്ടെത്തിയിട്ടില്ല. ഖുർആൻ ആകട്ടെ ഒരു 3ാമത്തെ മുന്നേറ്റത്തെ പറ്റി വ്യക്തമായി പരാമർശിക്കുന്നുമുണ്ട്. എന്നാൽ ഇவ்விധം ഒരു മുന്നേറ്റത്തിന്റെ സാധ്യതയും സംഭവ്യതയും നിഷേധിക്കേണ്ടതായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഖോറസിന്റെ സാമ്രാജ്യം വടക്ക് കൊക്കേഷ്യ വരെ വ്യാപിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 3ാമത്തെ ലക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം യജൂജ് മജൂജിനാൽ വിവക്ഷിക്കപ്പെടുന്നത് താത്താരി എന്ന് പറഞ്ഞാൽ ഈ തർത്താരികൾ, ടാർട്ടാർസ്, താത്താരി, മംഗോളി, ഹൂണർ, സീതിയൻ മുതലായ പേരുകളിൽ കുപ്രസിദ്ധരും പ്രാചീനകാലം മുതൽക്കേ പരിഷ്കൃത രാജ്യങ്ങളുടെ നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവരുമായ റഷ്യൻ, ഉത്തര ചൈനീസ് ഗോത്രങ്ങളാണെന്ന വസ്തുത മിക്കവാറും തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനായി കൊക്കേഷ്യയുടെ തെക്ക് ഭാഗത്ത് ദർബന്ദിലും ദാരിയാലിലും ഭിത്തികൾ നിർമ്മിക്കപ്പെട്ടിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖോറസ് ചക്രവർത്തി തന്നെയോ ഇവ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മാത്രമേ സ്ഥിരീകരിക്കപ്പെടേണ്ടതായുള്ളൂ. അപ്പൊ ഇത് ഉറപ്പൊന്നുമില്ല. അവിടെ മതിലുണ്ടെന്നും പറഞ്ഞിട്ട് ആ മതില് അത് ഖോറസാണ് പണിതെന്ന് തെളിവൊന്നുമില്ല. ഇനി വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൂണന്മാരുടെ അല്ലെങ്കിൽ സിതിയന്മാരുടെയൊക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചൈനയിലെ വൻമതിൽ പണിതിരിക്കുന്നത്. മനസ്സിലായോ? ചൈനയിലെ വൻമതിൽ പണിത് അത് തന്നെയാണ്. ഈ ഹൂണന്മാര് യൂറോപ്പ് വരെ ആക്രമിച്ച് കീഴടക്കിയല്ല, അവിടേക്ക് ആക്രമിച്ച് കൊള്ളയടിക്കാനൊക്കെ ആയിട്ട് അവിടെ വരെ അവർ കയറിയിട്ടുണ്ട്. പക്ഷെ ചൈന ആക്രമിക്കാൻ പറ്റിയില്ല. ഈ വൻമതിലുള്ള ആദ്യകാലത്തൊക്കെ ആക്രമിച്ചിരുന്നു, പക്ഷെ പിന്നീട് ഈ വൻമതിൽ വന്നതോടുകൂടി അതില്ലാണ്ടായി തീർന്നു. അപ്പൊ ഇത് ഈ വൻമതിലിനെ കുറിച്ച് ആയിക്കൂടെ ഈ പറഞ്ഞ ഈ മതിൽ കെട്ടി എന്ന് പറഞ്ഞത്? പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പും ചെമ്പും കൊണ്ടുള്ള മിശ്രിതത്തിൽ പണിത മതിലാണ്. വൻമതിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അവർ വൻമതിലേക്ക് പോകാത്തത്. ചൈനയുടെ വൻമതിലുണ്ടല്ലോ, അത് അവർ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ കാരണം. മാത്രമല്ല അത് വടക്കല്ല, കിഴക്കായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അവരത് ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്നിട്ട് പോയിട്ട് വടക്ക് അന്വേഷിക്കുകയാണ്, എവിടെയെങ്കിലും അങ്ങനെ വല്ല മതിലിന്റെ അവശിഷ്ടങ്ങളുണ്ടോ? എവിടെ നിന്ന് കിട്ടാണ് ഇരുമ്പും ചെമ്പും മാത്രം വെച്ച് മതിൽ പണിത്? ഒന്നുമില്ല, ചുമ്മാ അടിച്ചു വിടുകയാണ്. അവിടെ നിന്ന് എന്നെ ചരിത്രരേഖ ഉണ്ടാകുന്നത്. എന്നാൽ ഏത് ചരിത്രരേഖ റെഫറൻസ് വല്ലതും ഉണ്ടോ? ഒരു റെഫറൻസും ഇല്ല. ഒരു റെഫറൻസും ഇല്ലാതെ ചുമ്മാ തള്ളുകയാണ്. ഓക്കെ, നമുക്കിനി മൗദൂദിയിലേക്ക് മടങ്ങി വരാം. ഒടുവിലത്തെ ലക്ഷണം പൗരാണിക കാലത്തെ പ്രസിദ്ധരായ ജേതാക്കളിൽ വല്ലവരും യോജിപ്പിക്കാമെങ്കിൽ അത് ഖോറസിൽ മാത്രമാണ്. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ നീതിബോധത്തെ ശത്രുക്കൾ പോലും പ്രശംസിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ദൈവവിശ്വാസിയും ദൈവഭക്തനുമായ രാജാവായിരുന്നുവെന്ന് ബൈബിൾ എസ്രാ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു.
ഇസ്രായേല്യരെ ബാബിലോണിയൻ ബന്ധനത്തിൽ നിന്ന് അദ്ദേഹം മോചിപ്പിച്ചത് അവരുടെ ദൈവവിശ്വാസത്താലായിരുന്നു. ഏകദൈവാരാധനയ്ക്കായി ബൈത്തുൽ മഖദിസിൽ ഹൈക്കൽ സുലൈമാനിയുടെ പുനർനിർമ്മാണത്തിന് അദ്ദേഹം ഉത്തരവിട്ടിരുന്നതും അതുകൊണ്ട് തന്നെ. ഈ അടിസ്ഥാനത്തിൽ ഖുർആൻ അവതരണത്തിന് മുമ്പ് കഴിഞ്ഞുപോയ വിശ്വജേതാക്കളിൽ ദുൽഖർനൈനിയുടെ ലക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ യോജിച്ചു കാണുന്നത് ഖോറസിൽ മാത്രമാണെന്ന് തീർച്ചയായും നമുക്ക് സമ്മതിക്കാവുന്നതാണ്. എന്നാൽ അദ്ദേഹം തന്നെയാണ് ദുൽഖർനൈനി എന്ന് ഖണ്ഡിതമായി പറയാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. എന്നിരുന്നാലും ഖുർആനിൽ പരാമർശിച്ച ലക്ഷണങ്ങൾ ഖോറസിൽ എന്ന പോലെ മറ്റൊരു ജേതാവിന് യോജിക്കുന്നില്ല എന്നതാണ് ശരി. അദ്ദേഹം പറയാണ് ഈ ഖോറസ് തന്നെയാണ് ദുൽഖർനൈനി എന്ന് ഖണ്ഡിതമായി പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇനിയും കൂടുതൽ സാക്ഷികൾ വേണം. എന്ന് വെച്ചാൽ നിലവിലെ സാക്ഷ്യങ്ങൾ പോരാ, നിലവിലെ തെളിവുകൾ പോരാ. അതാണ് ആ പറഞ്ഞത്. ഭഗവതി പറയുന്നത് ദുൽഖർനൈനി അലക്സാണ്ടർ ചക്രവർത്തിയല്ല, പേർഷ്യയിലെ സൈറസ് ചക്രവർത്തിയാണ്. എന്നാൽ അത് ഖണ്ഡിതമായി പറയാൻ നമുക്ക് തെളിവ് ഇത് പോരാ, ഇനിയും കൂടുതൽ തെളിവ് വേണം. എന്നാൽ ഇമാം റാസി പറയുന്നത് ദുൽഖർനൈനി അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണെന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാമെന്നാണ്. നമുക്ക് ഖണ്ഡിതമായി പറയാം ഇത് അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്ത അംഗീകരിക്കേണ്ടി വരും. അതൊരു പ്രശ്നമായിട്ടും ഇമാം റാസി പറയുന്നുണ്ട്. ഇനി നമുക്ക് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എന്ന തഫ്സീർ നോക്കാം. ദുൽഖർനൈനിയുടെ നാമം ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അസദ് എന്നാണ്, മുൻദിർ എന്നാണെന്നും ഹർമൂസ് എന്നാണെന്നും മറ്റും അഭിപ്രായമുണ്ട്. ഖർണ് എന്ന വാക്കിന് കൊമ്പ്, നൂറ്റാണ്ട് എന്നും മറ്റുമാണ് അർത്ഥം. അദ്ദേഹത്തിന് ആ പേര് വന്നത് ഭൂമിയുടെ കിഴക്ക്, പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയത് കൊണ്ടാണെന്നും തന്റെ കാലത്ത് 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതുകൊണ്ടാണെന്നും ശിരസിൽ 2 മുഴകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും മറ്റും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇദ്ദേഹം ഇബ്രാഹിം നബീന്റെ കാലത്തുണ്ടായിരുന്ന ആളാണ്. കാൽനടയായി താൻ ഹജ്ജിന് പോവുകയും അപ്പോൾ ഇബ്രാഹിം നബീനെ കുറിച്ച് കേൾക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ചെന്ന് കാണുകയും ചെയ്തുവെന്ന് സുപ്രധാന താബിഉകളിൽ ഒരാളായ ഉബൈദ് ഇബ്നു ഉമറിൽ നിന്ന് മഹാനായ ഫാക്കിഹി ഉദ്ധരിച്ചിട്ടുണ്ട്. കൂടാതെ ദുൽഖർനൈൻ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചുവെന്നും എന്നിട്ട് ഇബ്രാഹിം നബീന് സലാം ചൊല്ലുകയും അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്തുവെന്നും ഇബ്നു അബ്ബാസിൽ നിന്നും ഫാക്കിഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം പേജ് 319 320 എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ദുൽ എന്ന് പറയുമ്പോൾ ഇരട്ടയാണ്, ഖർണ് എന്ന വാക്കിന് കൊമ്പും നൂറ്റാണ്ട്. അപ്പൊ ദുൽഖർ എന്ന് പറയുമ്പോൾ ഇരട്ട കൊമ്പൻ എന്ന്, ഇരട്ട നൂറ്റാണ്ട് എന്നൊക്കെയാണ് അർത്ഥം. രസം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ശിരസിന് 2 കൊമ്പുണ്ടായിരുന്നു, 2 മുഴകൾ, കൊമ്പല്ല സോറി മുഴകൾ, 2 മുഴകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പേര് വന്നത്. അത് ഈ ഹിന്ദു പുരാണത്തിലുണ്ട്. ഋഷ്യശൃംഗൻ എന്ന് പറയുന്നത് മാൻപേട പ്രസവിച്ചതാണ്, തലയിൽ 2 കൊമ്പുണ്ടായിരുന്ന പറഞ്ഞത്, അതുകൊണ്ടാണ് ഋഷ്യശൃംഗൻ എന്നുള്ള പേര് വന്നത്. മനസ്സിലായ? അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് ദുൽഖർനൈനി. അപ്പൊ ഋഷ്യശൃംഗനും ആകാം. പിന്നെ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. പുള്ളി രാജാവൊന്നും അല്ല, മുനിയായിരുന്നു, യുദ്ധം ചെയ്തിട്ടില്ല, അങ്ങനെ ചില പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഇരട്ടക്കൊമ്പനുള്ളത് മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഋഷ്യശൃംഗനൊക്കെ ആകാട്ടോ. നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഈ കോറസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് നാളെ എന്തെങ്കിലുമൊക്കെ തള്ളേണ്ടി വന്നാൽ അടുത്തൊരു ഓപ്ഷൻ വേണമല്ലോ. ആ ഓപ്ഷന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് KV മുഹമ്മദ് മുസ്ലിയാർ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ പറഞ്ഞ ദുൽഖർനൈൻ ഇസ്കന്ദർ ദുൽഖർനൈനിയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടത് ശരിയല്ല. ഈ ഇസ്കന്ദർ എന്ന് പറയുന്നത് അലക്സാണ്ടർ ആണ്. സ്കന്ദർ എന്നുള്ള വാക്ക് നമുക്കറിയാം, ഈ ഹൈന്ദവ പുരാണത്തിലുണ്ട്. സ്കന്ദപുരാണം എന്ന് പറഞ്ഞൊരു പുരാണം തന്നെയുണ്ട്. ആ സ്കന്ദർ എന്ന് പറയുന്നത് അലക്സാണ്ടർ ആണ്, അത് ഓർത്തിരിക്കണം. ഇവിടെ അത് മുരുകനാണെന്നൊക്കെ പറയും. ശരിക്കും സ്കന്ദപുരാണം ശരിക്കും നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, അലക്സാണ്ടറിനെ സ്തുതിക്കുന്നതാണത്. ഇത് ഇവര് അറബിയിൽ ഇസ്കന്ദർ എന്ന് പറയുന്ന, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അറബികളിൽ നിന്ന് അത് ഇങ്ങോട്ടേക്ക് വന്ന് ഇതായി കഴിഞ്ഞിട്ട് അത് സ്കന്ദർ എന്നായതാണ്. ഓക്കെ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ ദുൽഖർനൈൻ ഇസ്കന്ദർ ദുൽഖർനൈനിയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടത് ശരിയല്ല. ഇബ്രാഹിം നബീനെ പറയുന്നതിന് മുമ്പാണ് ദുൽഖർനൈനിയെ കുറിച്ച് ഇമാം ബുഖാരി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇസ്കന്ദർ ആണെങ്കിൽ ഈസാ നബീന്റെ 300-ൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിച്ച ആളാണ്. ഇബ്രാഹിം നബീന്റെയും ഈസാ നബീന്റെയും ഇടയിൽ 2000-ലധികം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്കന്ദറിന്റെ ഉപദേഷ്ടാവും മന്ത്രിയും സുപ്രസിദ്ധ തത്വജ്ഞാനിയായ അരിസ്റ്റോട്ടലായിരുന്നു. ഈ ഇസ്കന്ദർ അമുസ്ലിമാണ്. ഖുർആനിൽ പറഞ്ഞ ദുൽഖർനൈനി ആകട്ടെ ഒരു വലിയായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. നബിയാണെന്നും അഭിപ്രായമുണ്ടെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഇസ്കന്ദറിന്റെ പിതാവിന്റെ പേര് ഫിലിപ്സ് എന്നാണ്. ഇയാള് അലക്സാണ്ടർ അല്ലെങ്കിൽ ദുൽഖർനൈനി ഒരു നബിയാണെന്ന്, അലക്സാണ്ടർ അല്ല സോറി, ദുൽഖർനൈനി നബിയാണെന്നാണ് പല ഇസ്ലാമിക പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. കാരണം അള്ളാഹു നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഇസ്കന്ദർ മാസിഡോണിയയിലെ രാജാവായിരുന്നു.
പേർഷ്യയിലെ രാജാവായിരുന്ന ദാര്യാവേശിനെ തോൽപ്പിച്ച് അദ്ദേഹം രാജ്യം കൈക്കലാക്കുകയും അയാളുടെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്തു. റോമാക്കാരും പേർഷ്യക്കാരും തനിക്ക് കീഴടങ്ങി. അതുകൊണ്ടാണ് ദുൽഖർനൈനി എന്ന തനിക്ക് പേര് സിദ്ധിച്ചതെന്ന് ചിലർ പറയുന്നു. ഇന്ത്യയിലും മറ്റു പല സ്ഥലത്തും ആക്രമണം നടത്തിയ അദ്ദേഹം ഈജിപ്തിൽ ചെന്ന് ഭരണം ഉറപ്പിക്കുകയും അവിടെ തന്റെ പേരിൽ അറിയപ്പെടുന്ന അലക്സാണ്ട്രിയ പട്ടണം നിർമ്മിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഗ്രീക്കുകാരനാണ്. ഏതായാലും ഇദ്ദേഹമല്ല ഖുർആനിൽ പ്രസ്താവിച്ച ദുൽഖർനൈൻ. KV മുഹമ്മദ് മുസ്ലിയാരുടെ വ്യാഖ്യാന പ്രകാരം ദുൽഖർനൈൻ എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആൾ അലക്സാണ്ടർ ചക്രവർത്തി അല്ല. മാത്രമല്ല അത് മൗദൂദി പറയുന്നത് പോലെ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസുമല്ല. കാരണം ഇബ്രാഹിം നബീന്റെ കാലത്താണ് ദുൽഖർനൈൻ ജീവിച്ചിരുന്നതെന്നാണ് മുഹമ്മദ് മുസ്ലിയാർ പറയുന്നത്. മൂസാ നബിക്ക് 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഇബ്രാഹിം നബി എന്ന് മുസ്ലിയാർ പറയുന്നുമുണ്ട്. ഈസാ നബിയുടെ അമ്മാവനാണ് മൂസാ നബി. തികഞ്ഞ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് മൂസാ നബിയുടെ സഹോദരി മറിയത്തിന്റെ ഫർജിൽ ഊതിയിട്ടാണ് ഈസാ നബി ജനിച്ചതെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഒറ്റ വാചകമല്ല, പലയിടങ്ങളിൽ നിന്നുള്ളത് നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈസാ നബിയും മൂസാ നബിയും സമകാലീനരായിട്ട് വരും, ഒരേ കാലഘട്ടത്തിലുള്ളവരാണ്. കാരണം ഇപ്പൊ എന്റെ അമ്മാവനും ഞാനും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിലുള്ളവരാ. അമ്മാവനും മരുമക്കളും ഒക്കെ സമകാലീനരായിട്ട് വരും. അപ്പൊ ബൈബിളിലെ മോശയും യേശുവും ഒന്നുമല്ല ഖുർആനിലെ മൂസയും ഈസയും. കാരണം ബൈബിളിലെ മോശയും യേശുവും അമ്മാവനും അനന്തരവനുമല്ല. രണ്ടുപേരും തമ്മിൽ 15-16 നൂറ്റാണ്ടുകളുടെ കാലദൈർഘ്യമുണ്ട്. മോശയും അബ്രഹാമും തമ്മിൽ 400-ലധികം വർഷത്തെ ഇടവേളയുണ്ട്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേർഷ്യൻ ചക്രവർത്തി സൈറസ് മരിക്കുന്നത് BC 530-ലാണ്. അതായത് യേശുക്രിസ്തുവിനും 500 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പും മോശയ്ക്ക് 1000 വർഷങ്ങൾക്ക് ശേഷവും അബ്രഹാമിന് 1500 വർഷങ്ങൾ കഴിഞ്ഞും ജീവിച്ചിരുന്ന ആളാണ് പേർഷ്യൻ രാജാവായിരുന്ന സൈറസ്. എന്നാൽ ദുൽഖർനൈനാകട്ടെ ഇബ്രാഹിം നബീന്റെ സമകാലികനായിരുന്നു എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട്, ഫാക്കിഹിയെയും മറ്റുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുൽഖർനൈൻ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസ് അല്ല എന്നുറപ്പാണ്. അപ്പൊ ആരാണ് ഈ ദുൽഖർനൈൻ? ആരാണ് ഈ ദുൽഖർനൈൻ? അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുള്ള നബിയാണ് ദുൽഖർനൈൻ. മുഹമ്മദിനോട് പോലും അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് ഓർക്കണം. മലക്ക് വഴിയേ സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും മുഹമ്മദിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മുഹമ്മദിനോട് അള്ളാഹു സംസാരിച്ചിട്ടില്ല. എന്നാൽ ദുൽഖർനൈനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ദുൽഖർനൈനിയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്നെത്താനും ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ സൂര്യൻ മുങ്ങിപ്പോകുന്നത് കാണാനുള്ള ഭാഗ്യവും ദുൽഖർനൈന് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദിന് പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ദൈവത്തിന് മാത്രം ചെന്നെത്താൻ പറ്റാവുന്ന ഒരു സ്ഥലത്ത് ചെന്നെത്തി അവിടെ ഒരു മതിൽ പണിത ആളാണ് ദുൽഖർനൈൻ. അതൊന്നും മുഹമ്മദിന് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ദുൽഖർനൈൻ ആരാണെന്ന് മാത്രം ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അറിഞ്ഞൂടാ. അത് മാത്രം ഒരു അറിഞ്ഞൂടാ. വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അഡ്രസ് ഇല്ലാത്ത ആളായിപ്പോയി. ദുൽഖർനൈനിയുടെ ഒരു അവസ്ഥ നോക്കണം. വലിയ സംഭവമാണ്, വലിയ ആളാണ്, പക്ഷെ അഡ്രസ് ഇല്ല. എന്തൊരു കഷ്ടം. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോട് പഠിച്ചിട്ട് വരാൻ പറയുന്ന മുസ്ലിങ്ങളോടാണ് പറയുന്നത്, സാക്ഷിയിലും ട്രൂത്ത് ഫൈറ്റേഴ്സിലും ഉള്ളവർ പഠിച്ചിട്ടേ സംസാരിക്കാറുള്ളൂ. പഠിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊന്നും പറയാതിരുന്നത്. മനസ്സിലായ? ഞങ്ങളെ വന്ന് ചൊറിഞ്ഞ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ അതാണ് ചെയ്തത്. ഇപ്പോൾ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോയ്ക്ക് കീഴെ വന്ന് കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ഈ കാര്യമൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാട്ടാ. ഭാവിയിലെങ്കിലും ഗുണം ചെയ്യും. ഖുർആൻ വളരെ ലളിതമാണ്, സുവ്യക്തമാണ്, ഖണ്ഡിതമാണ് എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ദാവാക്കാരോടും മദനിമാരോടും ഖാസിമിമാരോടും ദാരിമിമാരോടും ഉസ്താദുമാരോടും മറ്റെല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരോടും മൊല്ലാക്കന്മാരോടൊക്കെ എല്ലാവരോടും ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ആരാണ് ഈ ദുൽഖർനൈനി എന്ന് ഖുർആനും ഹദീസുകളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? സൂര്യൻ താണുപോയതായി ദുൽഖർനൈനി കണ്ട ആ ചെളിക്കുണ്ട് എവിടെയാണ് ഉള്ളതെന്ന് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടാൻ സങ്കേതങ്ങളില്ലാത്ത ഒരു വിഭാഗം നഗ്നരായ ജനങ്ങളുള്ള സൂര്യൻ ഉദിക്കുന്ന ആ നാട് ഏതാണെന്ന് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ആ നാടെന്ന് പറ്റുമോ? ദുൽഖർനൈനി ഇരുമ്പിന്റെയും പിച്ചളയുടെയും ഒരുക്കിയ മിശ്രിതമൊഴിച്ച 2 പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ഖുർആനും ഹദീസുകളും വെച്ച് കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങൾ ഖുർആൻ സുവ്യക്തമായ ഗ്രന്ഥമാണ് എന്നും പറഞ്ഞ് വന്നേക്കരുത്.
അതൊരു അഴകുഴമ്പൻ പുസ്തകമാണ്. വാലും തലയുമില്ലാത്ത ഗ്രന്ഥം. ആരൊക്കെയോ പറഞ്ഞ എവിടുന്നൊക്കെയോ കേട്ട കാര്യങ്ങൾ കോപ്പി അടിച്ച് എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന്റെ അനുയായികൾക്ക് എഴുത്തും വായന അറിയാം, മുഹമ്മദിന് എഴുത്തും വായന അറിയില്ല. ആ പുള്ളി പറഞ്ഞു കൊടുത്തത് കേട്ട് അനുയായികൾ, എഴുത്തും വായന അറിയാവുന്ന അനുയായികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വെറുമൊരു 4 പുസ്തകം. അതാണ് ഖുർആൻ. അതിനകത്ത് ചരിത്ര പുരുഷന്മാരില്ല, സാങ്കല്പിക കഥാപാത്രങ്ങളെയുള്ളൂ. സാങ്കല്പിക കഥാപാത്രങ്ങളെ നിങ്ങൾ സാങ്കല്പിക കഥാപാത്രങ്ങളായി തന്നെ കാണണം, അല്ലാതെ അവയുടെ ചരിത്രാസ്തിക്യം അന്വേഷിച്ചു പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാണം കെടും. മനസ്സിലായ? 10 പേര് 16 അഭിപ്രായം പറയും. ഇപ്പൊ വിക്രമനും മുത്തുവും, അല്ലെങ്കിൽ രാജുവും രാധയും, അല്ലെങ്കിൽ കുട്ടൂസനും ഡാഗിനിയും, ഇതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. ഇതെല്ലാം ചരിത്ര പുരുഷന്മാരാണെന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ ചരിത്രാസ്തിക്യം അന്വേഷിച്ച് ആരെങ്കിലും പോയാൽ ഇവർ ഏത് കാലഘട്ടത്തിൽ എവിടെ ജീവിച്ചിരുന്നു, ഇവരെ കുറിച്ചുള്ള വല്ല തെളിവുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണോ, നമുക്കൊന്ന് പോയി കണ്ടാലോ എന്നൊക്കെ കുറിച്ച് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നാണം കെടും നിങ്ങൾ. അത് തന്നെയാണ് ഖുർആനിലെ ആളുകളുടെ കാര്യത്തിലും. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ചരിത്രാസ്തിക്യം നിങ്ങൾ അന്വേഷിച്ചു പോയാൽ നിങ്ങൾ നാണം കെടുകയേ ഉള്ളൂ. കാരണം ഇതെല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. മുഹമ്മദിന്റെ മനസ്സിലെ ഭാവന സൃഷ്ടികളാണ് സകലതും, അള്ളാഹു അടക്കം. മനസ്സിലായ? സ്വന്തമായൊരു ആസ്തിക്യമില്ല, ചരിത്രാസ്തിക്യമില്ല, ഒരു ഐഡന്റിറ്റി ഇല്ല, ഒന്നിനുമില്ല. 1400 കൊല്ലമായില്ലേ? നിങ്ങൾ നോക്ക്, 1400 കൊല്ലമായില്ലേ? നിങ്ങൾക്ക് പറയാൻ സാധിച്ചോ ആരാണ് ഈ ദുൽഖർനൈനെന്ന്? സാധിച്ചോ? ഇല്ല. കാരണം അതൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. സാങ്കല്പിക കഥാപാത്രം. നബീദടിച്ച് കിറുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആയിഷ വാറ്റിക്കൊടുക്കുന്നു, മുഹമ്മദ് ഊറ്റിക്കുടിക്കുന്നു. നബീദൊക്കെ അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പൊ പിന്നെയാണ് മദ്യനിരോധനമൊക്കെ വരുന്നത്. അതിന് മുമ്പുള്ള സമയത്ത് ഇതൊക്കെ നന്നായിട്ട് അടിച്ചു കയറ്റിയിരുന്നില്ല. അങ്ങനെയൊക്കെ നബീദ് അടിച്ച് കിറുങ്ങിയിരിക്കുന്ന സമയത്ത് മുഹമ്മദിന്റെ മനസ്സിൽ ദുൽഖർനൈനെ കുറിച്ച് ഉടലെടുത്ത സങ്കല്പങ്ങളാണ് ഖുർആനിൽ ആയത്തായി വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാങ്കല്പിക കഥാപാത്രത്തെ നിങ്ങൾ ചരിത്രത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കഥാപാത്രത്തെ കണ്ടെത്താൻ പറ്റില്ല. ജീവിച്ചിരുന്നില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതുപോലെയുള്ള ഒരു ഗതികേട് ബൈബിൾ വിശ്വാസികളായ ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ അഭിമാനത്തോടെ എവിടെയും പറയും. മനസ്സിലായോ? ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അതാരുടെയും ഭാവനയിൽ നിന്ന് ഉടലെടുത്തതല്ല. അതിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തിക്കും അവസാനത്തെ പുസ്തകമായ വെളിപ്പാടിനും തമ്മിൽ രണ്ടിനിടയിൽ 1600 വർഷത്തെ ഗ്യാപ്പുണ്ട്. 1600 വർഷങ്ങളുടെ ഇടവേള.